നമ്മുടെ രാജ്യത്ത് വിവരാവകാശ കമ്മീഷൻ, അവകാശ കമ്മീഷൻ ഇതൊക്കെ വന്നത് ജനാധിപത്യത്തെ സാർത്ഥകമാക്കുന്നതിനാണ്. ജനാധിപത്യത്തെ കൂടുതൽ കൂടുതൽ ജനാധികാരത്തിലേക്ക് കൊണ്ടുപോകാൻ, ജനങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഇപ്പോൾ തൊഴിലുറപ്പ്, സോഷ്യൽ ഓഡിറ്റ് വന്നതെന്തിനാണ്? അത്തരം കാര്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഓംബുഡ്സ്മാൻ വന്നത്, തൊഴിലുറപ്പിലൊരു ഓംബുഡ്സ്മാൻ ഉണ്ട്. ഓംബുഡ്സ്മാൻ വന്നത് വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഴിമതിയില്ലാതെ സുതാര്യമായി ആളുകൾക്ക് പരാതി പറയാനുള്ള സ്ഥലമാണ്. ഇത് ശർക്കര തന്നെ ഉറുമ്പരിച്ചാൽ, അല്ലെങ്കിൽ പഞ്ചസാര ഉറുമ്പരിച്ചാൽ എങ്ങനെ ഇരിക്കും? പിന്നെ പിന്നെ എന്താണ് മറ്റേ നമ്മൾ പിന്നെ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ മുത്തശ്ശിമാർ ചോദിക്കുന്ന പോലെ ഓംബുഡ്സ്മാനിൻ്റെ നിയമന പട്ടികയിൽ വലിയ അടിമുടി ക്രമക്കേടാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള വാർത്തയാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി NRGSൻ്റെ പരാതി പരിഹാര സംവിധാനമായി, അവിടെ പരാതികൾ പരിഹരിക്കുന്ന സ്ഥലമാണ്, അഴിമതികൾ ഇല്ലാതാക്കേണ്ട സ്ഥലമാണ്, സംവിധാനമായി ഓംബുഡ്സ്മാനിൻ്റെ നിയമനത്തിൽ അടിമുടി ദുരൂഹതയാണ് പറയുന്നത്. ക്രമക്കേടുകൾ പറയുന്നു. അതിനുള്ള മാനദണ്ഡം തീരുമാനിക്കലും അഭിമുഖത്തിൽ ഉയർന്ന മാർക്ക് കിട്ടലും പട്ടികക്കാരെയും പട്ടികവിഭാഗ ജാതി വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ അകാരണമായി തഴഞ്ഞു. അഭിമുഖത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഹിയറിംഗ് നടത്താതിരിക്കൽ തുടങ്ങി വളരെ വലിയ തോതിലുള്ള ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. സ്വന്തക്കാരെ തിരികെ കയറ്റാൻ അടിമുടി ക്രമവിരുദ്ധമായിട്ടാണ് ഓംബുഡ്സ്മാൻ പ്രവർത്തിച്ചത് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ നിലവിലുള്ള NRGS, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓംബുഡ്സ്മാരുടെ കാലാവധി കഴിഞ്ഞ ശേഷം പുതുതായി നിയമിക്കാനുള്ളവരുടെ അഭിമുഖമാണ് കഴിഞ്ഞ വർഷം ജൂലൈ 3-4 ആയിരുന്നു. എന്നാൽ ഇതിനുള്ള ബോർഡ് രൂപീകരണവും 3-4 അഭിമുഖം നടന്നു. ബോർഡ് രൂപീകരണവും അഭിമുഖത്തിലെ മേഖല തിരിച്ച് മാർക്ക് മാനദണ്ഡം തീരുമാനിച്ചത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 55 ദിവസങ്ങൾക്ക് ശേഷമെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ബോർഡ് രൂപീകരണം നടക്കും മുമ്പേ ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അപ്പോൾ അത് വളരെ ക്രമക്കേടാണ് ആരോപിക്കപ്പെടുന്നത്. ഇത് ആരോപണമാണ്, ഇത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാതെ കൃത്യമായി നമ്മൾ തെളിവുകൾ വെച്ചിട്ടല്ല പറയുന്നത്. പക്ഷേ ഇതിന് ആരോപണമാണ്. 55 വ്യക്തമാക്കുന്നു. മാർക്കിടൽ മേഖലകൾ നിശ്ചയിച്ച് 24 ആഗസ്റ്റ് 31-നാണെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ. എന്നാൽ അഭിമുഖം നടന്ന 2 ദിവസങ്ങളിലും ഇൻ്റർവ്യൂ ബോർഡ് യോഗം ചേർന്നതാണെന്നും രേഖയിൽ കാണുന്നു. അപ്പോൾ ഒരു വലിയ ദുരൂഹത അതിനകത്ത് നിൽക്കുന്നു. സംസ്ഥാന അടിസ്ഥാനം നടത്തിയ അഭിമുഖത്തിന് ശേഷം ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കിയവർ പലരും പട്ടികയ്ക്ക് പുറത്തു പോയി. അതാണ് അതിൻ്റെ അകത്തൊരു കാർഡിനൽ പോയിന്റ്, പ്രധാന പോയിന്റ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരും താഴേക്ക് പോയി. അതെങ്ങനെ സംഭവിച്ചു? മികച്ച റാങ്കുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരൊക്കെ തഴയപ്പെട്ടു. റാങ്ക് പട്ടികയെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ ഉള്ള പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും അവസരം നൽകണമെന്നും ഈ ആക്ഷേപങ്ങളിൽ ഹിയറിംഗ് കേൾക്കണമെന്നുള്ള ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. എന്നാൽ അതിനുള്ള സാഹചര്യവും ഇല്ലാതായി വരികയാണ്. പരാതിക്കാരെ വിളിപ്പിക്കുകയോ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ആധാരമായ രേഖകൾ പരിശോധിക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി തീർപ്പിച്ച് തള്ളുകയായിരുന്നു എന്ന പരാതി വരുന്നുണ്ട്. ഹിയറിംഗ് നടത്താതെ പരാതി തീർപ്പാക്കുന്ന നടപടി തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ്റെ നിയമന നടപടികളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ചട്ടവിരുദ്ധമായ നടപടികളിലൂടെ പട്ടിക തയ്യാറാക്കി വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുവാനുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. നിയമന കാലാവധി തീരും മുമ്പേ നിലവിലിരിക്കുന്ന തൊഴിലുറപ്പ് ഓംബുഡ്സ്മാരെ പിരിച്ചുവിടാൻ സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ സർക്കാരും നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് കാലാവധി തികയും വരെ തുടരാൻ ഹൈക്കോടതി അനുവാദം കൊടുത്തു. അപ്പോൾ ചുരുക്കത്തിൽ ഓംബുഡ്സ്മാനും കോടതികൾ കയറിയിറങ്ങുന്നു. എങ്ങനെയാണ് ഈ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നീതി പുലരുന്നത്?